നമസ്കാരം. അമൃത ഭാരതത്തിലേക്ക് ഹാർദമായ സ്വാഗതം. കാർഷിക നിയമം പിൻവലിച്ചതടക്കമുള്ള സുപ്രധാന നടപടികളുമായി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുകയാണ്. ഡിസംബർ 23 വരെയാണ് സമ്മേളനം. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബിൽ ആദ്യ ദിവസം തന്നെ സഭയിലെത്തി. ലോകശക്തിയായി കുതിക്കുന്ന ഭാരതം രാജ്യത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖലയെ ചേർത്ത് പിടിച്ച് മാത്രമേ മുന്നോട്ടു പോകൂ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനുള്ള ബില്ല് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പാസാക്കി. जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में. ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ചർച്ചയ്ക്ക് ശേഷമാണ് രാജ്യസഭ ബില്ല് പാസാക്കിയത്. കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ് ബിൽ അവതരിപ്പിച്ചത്. എല്ലാ പാർട്ടികളും ബില്ലിനെ അനുകൂലിക്കുന്നുവെന്നും ആരും എതിർക്കുന്നില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. രാജ്യസഭയിലും ബിൽ പാസാക്കിയതോടെ രാഷ്ട്രപതി ഒപ്പുവച്ചാൽ ഇത് നിയമമായി മാറും. നേരത്തെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനുള്ള ബില്ല് ലോക്സഭ പാസാക്കിയിരുന്നു. वाणिज्य संवर्धन और सरलीकरण विधेयक 2020, आवश्यक वस्तु संशोधन विधेयक 2020 का निरसन और आवश्यक वस्तु अधिनियम 1955 का संशोधन करने वाले विधेयक को पुनर्स्थापित करने की अनुमति प्रदान की जाए. കോവിഡാനന്തര ലോകത്ത് വൻ സാമ്പത്തിക ശക്തികൾ തകർന്നടിഞ്ഞപ്പോഴും ഭാരതം തല ഉയർത്തി പിടിച്ചു നിന്നു. പ്രത്യേകിച്ചും കാർഷിക മേഖല. ഇന്ത്യയുടെ സാമ്പത്തിക കാർഷിക അടിത്തറ ഒരു ശക്തിക്ക് മുന്നിലും തകരില്ലെന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി വ്യക്തമാക്കി കഴിഞ്ഞു. കാർഷിക ബില്ലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിൻവലിച്ചതിന് ശേഷം രാജ്യത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. എന്തിനു വേണ്ടിയാണ് ബില്ലുകൾ ഇപ്പോൾ പിൻവലിച്ചത് എന്നതിന് മാത്രം കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. साथियों, हमारी सरकार किसानों के कल्याण के लिए, खासकर छोटे किसानों के कल्याण के लिए, देश के कृषि जगत के हित में, देश के हित में, गांव गरीब के उज्जवल भविष्य के लिए पूरी सत्यनिष्ठा से, किसानों के प्रति पूर्ण समर्पण भाव से, नेक नियत से ये कानून लेकर आई थी. ഞാൻ ഈ നിയമം കൊണ്ടുവന്നത് കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഇത് പിൻവലിക്കുന്നത് രാജ്യസുരക്ഷയ്ക്കായാണ്. പ്രധാനമന്ത്രിയുടെ ഈ പരാമർശത്തിൽ തന്നെ നിയമം പിൻവലിച്ചതിന്റെ കാരണമുണ്ട്. കർഷക രോഷം ഭയന്നോ പ്രതിഷേധത്തിന്റെ തീവ്രത മൂലമോ അല്ല ഈ പിന്മാറ്റമെന്ന് കാര്യങ്ങളെ സത്യസന്ധമായി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകും. 2021 ജനുവരി 26 ചെങ്കോട്ടയ്ക്ക് നേരെ ഉണ്ടായ അക്രമവും റിപ്പബ്ലിക് പരേഡിലേക്ക് കടന്നുകയറാൻ ചിലർ നടത്തിയ ശ്രമങ്ങളുമായിരുന്നു ഈ സമരത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഭാഗം. അന്നില്ലാത്ത ഒരു രോഷവും ഇന്ന് രാജ്യത്തെങ്ങുമില്ല. മാത്രവുമല്ല, സമരം അനാവശ്യമാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോടെ പ്രതിഷേധത്തിന്റെ മുന ഒടിയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കർഷക രോഷം ഭയന്നാണ് നിയമങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്ന വാദം വിലപ്പോവില്ല എന്ന് മാത്രമല്ല അടിസ്ഥാനരഹിതവുമാണ്. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനമെന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി തെളിയിച്ചു. കർഷക ബിൽ നടപ്പാക്കിയാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കാൾ വലുതാണ് രാഷ്ട്ര സുരക്ഷ എന്ന തിരിച്ചറിവിൽ നിന്നാണ് നിയമം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. നിയമം പിൻവലിച്ചതിലൂടെ കർഷകർക്ക് തന്നെയാണ് പ്രധാന നഷ്ടം ഉണ്ടാകുന്നത്. എങ്കിലും വരും ദിവസങ്ങളിൽ കർഷകരെ രാജ്യത്തിന്റെ ജീവശ്വാസത്തിന് ആശ്വാസം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ രംഗത്തെ വിദഗ്ധർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് ക്രിപ്റ്റോ കറൻസി. ഏറ്റവും മൂല്യമേറിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനെ കറൻസിയായി അംഗീകരിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ക്രിപ്റ്റോ കറൻസി സംബന്ധിച്ച് ആദ്യമായി പ്രധാനമന്ത്രി പ്രതികരിച്ചപ്പോൾ തന്നെ അത് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുകയായിരുന്നു. രാജ്യത്തെ യുവതയെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ക്രിപ്റ്റോ കറൻസിയെ തെറ്റായ കരങ്ങളിൽ എത്തുന്നത് തടയാൻ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മാറ്റത്തിന്റെ സമയത്താണ് നമ്മളിപ്പോഴുള്ളത്. ഡേറ്റയും സാങ്കേതിക വിദ്യയും ആയുധങ്ങളാകുകയാണ്. ഡിജിറ്റൽ യുഗം എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു.
രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകൾ തന്നെ പുനർനിർവചിക്കപ്പെട്ടു. രാജ്യസ്നേഹം, ഭരണനിർവഹണം, ധാർമ്മികത, അവകാശങ്ങൾ, സുരക്ഷ എന്നിവയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ആഗോള മത്സരം, അധികാരം, നേതൃത്വം എന്നിവയിലും രൂപാന്തരം സംഭവിക്കുന്നു. സർവ്വമേഖലകളിലും ഉയരുന്ന ഭീഷണികൾ നേരിടാൻ നാം സജ്ജരായേ മതിയാകൂ. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് സുതാര്യതയാണ്. എന്നാൽ ഈ സുതാര്യത മുതലെടുക്കാനും ദുരുപയോഗം ചെയ്യാനും നിക്ഷിപ്ത താൽപര്യക്കാരെ അനുവദിക്കാനും പാടില്ലെന്നും ശ്രീ മോദി പറഞ്ഞത് ഭാവി ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ്. Take cryptocurrency or Bitcoin, for example. It is important that all democratic nations work together on this and ensure it does not end up in wrong hands which can spoil our youth. Friends, we are at a historic moment of choice. Whether all the wonderful powers of technology of our age will be instruments of cooperation or conflict. Coercion or choice. Domination or development. Operation or opportunity. ക്രിപ്റ്റോ കറൻസി രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കലിനും തീവ്രവാദ ഫണ്ടിങ്ങിനും ഉപയോഗിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും പാർലമെന്റിലെ നടപടികളും. റിസർവ് ബാങ്കും ആഭ്യന്തര മന്ത്രാലയവും സാങ്കേതിക വിദഗ്ധരെ സഹകരിപ്പിച്ച് നടപ്പാക്കുന്ന അഭിപ്രായ സമന്വയ നടപടികളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത ഇതു സംബന്ധിച്ച ആദ്യ യോഗം നടത്തിയത്. വൻ വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെ വഴിതെറ്റിക്കുന്ന സുതാര്യതയില്ലാത്ത പരസ്യങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതുകൊണ്ടുതന്നെ ക്രിപ്റ്റോ കറൻസിയിൽ നടക്കുന്ന നിക്ഷേപങ്ങൾ നിരീക്ഷിക്കാൻ നിയന്ത്രണ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ വിപ്ലവകരമായ മാറ്റം തന്നെയായിരിക്കും വരും നാളുകളിൽ ഉണ്ടാവുക. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള മുഴുവൻ ഡിജിറ്റൽ കറൻസികളുടെയും ഇടപാടുകളെ നിയന്ത്രിക്കുന്നതിനാണ് പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടതും. ക്രിപ്റ്റോ കറൻസികളുടെ സാങ്കേതികതയെക്കുറിച്ചുള്ള പാർലമെന്ററി സമിതിയുടെ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം ഉണ്ടായതും. മുൻ സാമ്പത്തിക സഹമന്ത്രി ജയന്ത് സിൻഹ അധ്യക്ഷനായ യോഗത്തിൽ രാജ്യത്തെ വിവിധ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഏതായാലും ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസികളിലെ ഇടപാടുകൾ നിയമവിധേയമാക്കി ഇന്ത്യ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത പോലെ ജനാധിപത്യ രാജ്യങ്ങൾ സമീപകാല ഭാവിയിൽ സമാനമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ രംഗത്തെ നിരീക്ഷകരും കണക്കുകൂട്ടുന്നത്. ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ പോലെ ക്ലാസിഫൈ ചെയ്യാനും ഇടപാടുകൾക്ക് സ്രോതസ്സിൽ നികുതി ഈടാക്കാനുമാണ് കേന്ദ്ര സർക്കാർ തുടക്കമിടുന്നത്. ഇതോടെ ക്രിപ്റ്റോ കറൻസികളിലെ ഇടപാടുകൾ നിയമവിധേയമാകും. എന്നാൽ കറൻസിയായിട്ടായിരിക്കില്ല ഇതിനെ കണക്കാക്കുക. സ്വർണം, ഓഹരി, കടപത്രം എന്നിവയ്ക്ക് സമാനമായ ആസ്തിയായിട്ടാകും ക്രിപ്റ്റോ കറൻസികളെ കണക്കാക്കുക. ഓഹരി വിപണി നിയന്ത്രണ ബോർഡായ സെബിയുടെ നിയന്ത്രണത്തിൽ ക്രിപ്റ്റോ ഇടപാടുകളെയും പെടുത്തിയേക്കും. ആദ്യമായാണ് കേന്ദ്ര സർക്കാർ ക്രിപ്റ്റോ കറൻസി വിഷയത്തിൽ അതിശക്തമായ നിലപാടിലേക്ക് എത്തുന്നത്. എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസികളിൽ ആദ്യം തരംഗമായ കറൻസിയായിരുന്നു ബിറ്റ്കോയിൻ. അതിനുശേഷമാണ് എഥേറിയം, കാർഡാനം, റിപ്പിൾ ഡോജ് കോയിൻ തുടങ്ങി നിരവധി കോയിനുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇടയ്ക്ക് ചില ഇടിവുണ്ടായെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ കോയിനുകളെല്ലാം മുന്നേറുകയാണ്. വളരെ വേഗത്തിലാണ് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി തരംഗമായത്. നിരവധി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും വിൽക്കാനും അവസരം നൽകി. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസികൾ ഡിജിറ്റൽ പണമാണ്. അവ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. എന്നാൽ അവയ്ക്ക് മൂല്യമുണ്ട്. ഒരു ബാങ്ക് പോലുള്ള കേന്ദ്രീകൃത അതോറിറ്റി ഇതിനില്ല. എന്നാൽ ഇടപാടുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ കമ്പ്യൂട്ടർ ശൃംഖലയെ ആശ്രയിക്കുന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണ് ഇവ പിന്തുണയ്ക്കുന്നത്. ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ച് പലർക്കും വലിയ ആശങ്കയാണുള്ളത്. തട്ടിപ്പുകൾ നിറഞ്ഞ ലോകത്തെ പുതിയ ചതിക്കുഴികൾ ക്രിപ്റ്റോ കറൻസിക്ക് മറവിലും ഉണ്ടാകുമോ എന്ന് പലരും ആശങ്കപ്പെടുന്നു.
ആശങ്കകൾക്ക് പ്രധാന കാരണം ആരുടെയും നിയന്ത്രണത്തിലല്ല ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഇതിൻ്റെ മേജർ ഒരു കൺസേൺ, ഗവൺമെൻറ്റുകളുടെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് ഇത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കാം. എസ്പെഷ്യലി ഈ പറയുന്ന ഡ്രഗ് മാഫിയയോ ടെററിസ്റ്റ് ഗ്രൂപ്പുകളോ ഒക്കെ അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടി ഒരു എമൗണ്ട് നടത്തുക. എസ്പെഷ്യലി നമുക്കിപ്പോൾ അറിയാം, ഈ നോട്ട് നിരോധനത്തിനും ഒക്കെ ശേഷം ഒരു വളരെ അധികം റെഗുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആളുകളുടെ ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കാൻ ഇപ്പം വളരെ ഈസിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് ഇതിനെ ട്രാൻസാക്ട് ചെയ്ത് തുടങ്ങി. 2017 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും വളരെ ആ ബിറ്റ്കോയിൻ്റെയൊക്കെ വില വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളത് അതിന് ശേഷമാണ്. പണ്ട് നമുക്കറിയാം ഈ സ്വിസ് ബാങ്ക് അക്കൗണ്ടിലും ഒക്കെ പണം നിക്ഷേപിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളിൽ ഒരുപാട് റെഗുലേഷൻ വന്നതിന് ശേഷം ഈ വിനിമയം മുഴുവൻ നടന്നിരുന്ന ക്രിപ്റ്റോ ആസറ്റ്സിലാണ്. അത് കഴിയുന്നതൊക്കെ ഈ പറയുന്ന ഒരു രാജ്യത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ല, അല്ലെങ്കിൽ ടാക്സ് ഇവേഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അതുമാത്രമല്ലെങ്കിൽ ഇപ്പോൾ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയ ട്രാൻസാക്ഷൻസ് ആണ്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുക തന്നെ വേണം. കാരണം ഇതൊരു ടെക്നോളജിക്കൽ ലീപ്പാണ്. ഇതൊരിക്കലും നമുക്ക് ഇത് വേണ്ട എന്ന് പറയാനൊക്കില്ല. അപ്പോൾ ടെക്നോളജിക്കലായിട്ടുള്ളൊരു ലീപ്പ് വന്നിരിക്കുമ്പോൾ ഇതിനെ ബാനല്ല, ഒരു റെഗുലേഷനാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ്റും മറ്റുമൊക്കെ എത്തിയിരിക്കുന്നത്. സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളുടെ സ്വീകാര്യത ഔദ്യോഗിക കറൻസിക്ക് കൈവരിക്കാൻ സാധിക്കുമോ എന്നതും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എന്നാൽ ഡിജിറ്റൽ രൂപത്തിൽ RBI നൽകുന്ന നിയമപരമായ കറൻസിയായിരിക്കും ഡിജിറ്റൽ കറൻസി. കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊന്നൽ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ RBIയുടെ ഔദ്യോഗിക കറൻസിക്കുണ്ടാകുമെന്ന് ഉറപ്പാണ്. സാധാരണ കറൻസിയുടെ മൂല്യവും അത് അച്ചടിക്കുന്നതിനുള്ള ചെലവും തമ്മിലുള്ള വ്യത്യാസം ഡിജിറ്റൽ കറൻസി കുറയ്ക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ക്രിപ്റ്റോ കറൻസി വ്യാപിക്കുന്നതിൽ RBIക്കും ആശങ്കകളുണ്ടെന്നാണ് സൂചന. ചരക്കുകളും സേവനങ്ങളും വാങ്ങുന്നതിനുള്ള വിപണിയിൽ ക്രിപ്റ്റോ കറൻസികൾ പ്രധാന ഇടപാടായി മാറിയാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഒരുപക്ഷെ RBIക്ക് സാധിച്ചെന്ന് വരില്ല. സ്വകാര്യ കോയിനുകളുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്നത് തന്നെയാണ് പ്രധാന കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിക്ക് സാധിക്കും. ജൻധൻ അക്കൗണ്ടുകൾ പ്രഖ്യാപിച്ച് ബാങ്കിംഗ് സേവനങ്ങളിൽ കൂടുതൽ പേരെ എത്തിച്ചതിന് പിന്നാലെ അവശേഷിക്കുന്നവരും ഡിജിറ്റൽ കറൻസിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ മുന്നേറുകയാണ്. സ്ത്രീ ശാക്തീകരണമില്ലാതെ സമൂഹത്തിന്റെ പുരോഗതി അപൂർണമാണ് എന്നതിനാൽ തന്നെ നാരീശക്തിക്കായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ഭാരതം എന്നത് സ്ത്രീകളുടെ വികസനം എന്നതിൽ ഒതുങ്ങുന്നില്ല. പകരം സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കായിക, ബഹിരാകാശ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റം ഉദാഹരണം മാത്രം. അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ ജോലികളിലും പുരുഷന്മാർക്ക് തുല്യമായ പങ്കാളിത്തം സ്ത്രീകൾക്കും നൽകിയാൽ രാജ്യത്തിന്റെ GDP 27% വർദ്ധിക്കും. ഈ തുല്യത കൈവരിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സാഹചര്യമൊരുക്കണം. ഇത് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ മുത്തലാഖ് കുറ്റകരമാക്കിയതുൾപ്പെടെയുള്ള നിരവധി നടപടികൾ സ്വീകരിച്ചു. ദീർഘവീക്ഷണത്തോടെ സർക്കാരെടുത്ത നടപടികളുടെ ഭാഗമായി സമൂഹത്തിൽ സ്ത്രീകളോട് കാണിച്ചിരുന്ന വിവേചന മനോഭാവത്തിൽ വലിയ വ്യത്യാസം വന്നു. കുടുംബങ്ങളിലും ഈ വ്യത്യാസം കാണാം. സർക്കാരിന്റെ എല്ലാ നയങ്ങളും പദ്ധതികളും സ്ത്രീ കേന്ദ്രീകൃതമാണ്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനമാണ് സർക്കാരിന്റെ എല്ലാ നയങ്ങളുടെയും കേന്ദ്രബിന്ദു. സർക്കാരിന്റെ സമൂലമായ നടപടികൾക്കൊപ്പം സമൂഹത്തിന്റെ സഹകരണവും പങ്കാളിത്തവും സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ആവശ്യമാണ്. സബ്കാ പ്രയാസ് എന്ന മന്ത്രം നവഭാരതത്തിന്റെ പുതിയ ലക്ഷ്യമാണ്. ഈ ചിന്തയിൽ രാജ്യം പുതിയ ഊർജ്ജത്തോടെയും ഉത്സാഹത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ്. 100 കോടി വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കി രാജ്യം റെക്കോർഡ് സൃഷ്ടിച്ചു. അസാധാരണമായ വേഗതയിലുള്ള വാക്സിനേഷൻ സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും കുടുംബത്തിനും സമൂഹത്തിനും അതുവഴി രാജ്യത്തിനും കോവിഡിൽ നിന്ന് രക്ഷ നൽകി സുരക്ഷിതമായ സാഹചര്യം നൽകുകയും ചെയ്തു. ഈ നാഴികക്കല്ല് യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ സ്ത്രീശക്തിയും നിർണായക പങ്കുവഹിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ സർക്കാർ നടപടികൾ കർശനമാക്കുകയും അതിന്റെ ഫലമായി സ്ത്രീ സുരക്ഷ മെച്ചപ്പെടുകയും ചെയ്തു. സ്ത്രീ കേന്ദ്രീകൃത വികസനം എന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ടു പോകുന്ന സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിനായി നിരന്തരം പരിശ്രമിക്കുന്നു.
വിദ്യാഭ്യാസം, കായികം, പ്രതിരോധം, സംരംഭം അങ്ങനെ മേഖലകൾ ഏതുമാകട്ടെ, രാജ്യത്തിന്റെ പെൺമക്കൾ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. സർക്കാർ നൽകുന്ന പ്രോത്സാഹനവും തീർത്തിരിക്കുന്ന അനുകൂല സാഹചര്യവുമാണ് ഇതിന് സഹായിക്കുന്നത്. സ്ത്രീകൾക്ക് അവസര സമത്വവും സുരക്ഷിതമായ തൊഴിലിടങ്ങളും ഒരുക്കുന്നതിനായി നിരന്തരം പരിശ്രമിക്കുകയാണ് സർക്കാർ. ഇതിന്റെ ഭാഗമായി നീതി കിട്ടാനുള്ള നടപടികൾ എളുപ്പത്തിലായി. രാജ്പഥിൽ റിപ്പബ്ലിക് പരേഡ് നയിക്കുന്ന, റഫാൽ യുദ്ധവിമാനം പറത്തുന്ന, മുന്നിൽ നിന്നും ശത്രുവിനെതിരെ പോരാടുന്ന, ലോകവേദികളിൽ ഭാരതത്തിനായി മത്സരിക്കുന്ന സ്ത്രീകൾ സ്വയം തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു. ശാക്തീകരിക്കപ്പെട്ട ഭാരതത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. 2014 1,50,000-നടുത്ത് വനിതാ പോലീസുകാരാണ് രാജ്യത്തുണ്ടായിരുന്നത്. 2020 ഇത് 2,15,000-ആയി വർദ്ധിച്ചു. 35 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു രാജ്യം ഒരു എമർജൻസി നമ്പർ 112 പ്രാബല്യത്തിൽ വന്നു. ഈ വർഷം ഫെബ്രുവരി വരെ 11 കോടി പരാതികൾ പരിഹരിച്ചു. 20 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 190 കോടി രൂപ ചിലവിൽ DNA പരിശോധനാ കേന്ദ്രങ്ങൾ പുതുതായി സ്ഥാപിക്കാനും നിലവിലുള്ളവ ആധുനികവൽക്കരിക്കാനും അനുമതി നൽകി. വീട്, ജോലിസ്ഥലം തുടങ്ങി എവിടെയും അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെ സഹായിക്കാനായി പല പദ്ധതികളും നടപ്പാക്കി. മഹാവ്യാധിക്കിടയിലും 49,000 ബലാത്സംഗം, പോക്സോ കേസുകൾ എന്നിവ തീർപ്പാക്കി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തി കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കി. അമ്മമാരുടെ ആരോഗ്യം ഉറപ്പാക്കാനും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും സഹായത്തിനുമായി മറ്റു പദ്ധതികളും നടപ്പാക്കി. ഭാരതത്തിലെ സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും ദരിദ്രരാണ്, അവശരാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ പോലുമുള്ള ആരോഗ്യമില്ലാത്തവർ. അങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതികൾ കൊണ്ടുവന്നത്. വിദ്യാഭ്യാസ സൗകര്യം എന്ന ലക്ഷ്യം മാത്രമല്ല, വയറ്റിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന ഭ്രൂണത്തിന് പോഷകാഹാരം ലഭിക്കാൻ വരെയുള്ള സംവിധാനം വന്ദേ ജനനി തുടങ്ങിയ പദ്ധതികളിലൂടെ ഇവിടെയുണ്ടായി. ഗർഭിണികളായ വീട്ടമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകാനും അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകാനും കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും അവസാനിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുക്കാൻ സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട്. PM ആവാസ് യോജനയ്ക്ക് കീഴിൽ സ്ത്രീകളെയും കൂട്ടിച്ചേർത്ത് കൂട്ടായാണ് വീടുകൾ നൽകുന്നത്. വീട്, വൈദ്യുതി, ശൌചാലയങ്ങൾ, വെള്ളം, പാചകവാതകം എന്നിവയെല്ലാം ഉറപ്പാക്കി സ്ത്രീകളെയും കുടുംബങ്ങളെയും ശാക്തീകരിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകം, നൈപുണ്യം, ധൈര്യം എന്നിവ ഉറപ്പാക്കി പുരോഗതിയിലേക്ക് നയിച്ചു. കൂടുതൽ സ്വാതന്ത്ര്യവും സൌകര്യവും ലഭിച്ച് ഇപ്പോൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടു വരികയാണ് സ്ത്രീകൾ. ഇനിയുള്ള നാളുകൾ രാജ്യം കൂടുതൽ ആത്മനിർഭരമാകും. പ്രതിരോധ രംഗത്ത് പ്രത്യേകിച്ചും നാവികക്കരുത്തിൽ കുതിക്കുന്ന ഭാരതം ചരിത്രവിജയത്തിന്റെ ആഘോഷങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. ഡിസംബർ മാസത്തിലാണ് നാം നാവികസേനാ ദിനവും സായുധസേനാ പതാക ദിനവും ആചരിക്കുന്നത്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ നേടിയ മഹത്തായ യുദ്ധവിജയത്തിന്റെ 50ാം വാർഷികവും ഡിസംബർ 16 നാം ആചരിക്കും. മൻ കി ബാത്തിന്റെ പുതിയ പതിപ്പിൽ പ്രധാനമന്ത്രി നമ്മുടെ ധീര നാവിക സൈനിക ചരിത്രം ഓർമ്മപ്പെടുത്തി. ഇന്ത്യൻ സൈനികരുടെ പ്രവർത്തനങ്ങളെ സ്മരിക്കുന്നു. യുദ്ധത്തിൽ രാജ്യത്തിനായി ജീവൻ നൽകിയ സൈനികർക്കും അവർക്ക് ജന്മം നൽകിയ അമ്മമാർക്കും ആദരം അർപ്പിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ പുതിയ പതിപ്പിൽ രാജ്യത്തോട് പറഞ്ഞത്. नेवी डे और आर्म्ड फोर्सेस फ्लैग डे भी देश मनाता है. हम सबको मालूम है 16 दिसंबर को 1971 के युद्ध का स्वर्णिम जयंती वर्ष भी देश मना रहा है. मैं इन सभी अवसरों पर देश के सुरक्षा बलों का स्मरण करता हूँ, हमारे वीरों का स्मरण करता हूँ और विशेष रूप से ऐसे वीरों को जन्म देने वाली वीर माताओं का स्मरण करता हूँ. हमेशा की तरह ഡിസംബർ 4 ദേശീയ നാവികസേനാ ദിനമാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നാവികസേന നടത്തിയ സുപ്രധാന പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. 1971 ഡിസംബർ 4 ഓപ്പറേഷൻ ട്രൈഡന്റ് സമയത്ത് ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ പടക്കപ്പലായ PNS ഹൈബാർ ഉൾപ്പെടെ 4 പാക് കപ്പലുകൾ മുക്കുകയും 100 കണക്കിന് പാകിസ്ഥാൻ നാവിക സൈനികരെ വധിക്കുകയും ചെയ്തു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ഇന്ത്യൻ എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. വെറും 13 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ
ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ പ്രധാന തുറമുഖ നഗരമായ കറാച്ചിയെ ആക്രമിച്ചതോടെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ഇന്ത്യൻ സമുദ്രാതിർത്തി കാക്കുന്ന നാവികസേനയുടെ ഒരു പ്രധാന വിജയം കൂടിയായിരുന്നു ഇത്. ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണവും ഈ യുദ്ധമായിരുന്നു. നാവികസേനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദേശീയ നാവിക ദിനം. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഈ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. 1971 ഡിസംബർ 3 ഇന്ത്യൻ എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെ പ്രാരംഭം കുറിച്ച ഈ യുദ്ധം വെറും 13 ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. ഓപ്പറേഷൻ ചങ്കീസ് ഖാൻ എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിൽ ഇന്ത്യ പാക് സൈന്യങ്ങൾ പ്രധാനമായും ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലുമാണ് ഏറ്റുമുട്ടിയത്. 1971 ഡിസംബർ 16 കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ കിഴക്കൻ സൈന്യ നേതൃത്വം ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ എന്നറിയപ്പെടുന്ന ഉടമ്പടിയോടുകൂടി യുദ്ധത്തിന് വിരാമമായി. ബംഗ്ലാദേശിന്റെ വിമോചന ചരിത്രത്തിലെ നിർണായകമായ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനം നിറയും. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ധീരമായ ആക്രമണങ്ങളുടെ ചരിത്രം കൂടിയാണ് ഡിസംബർ 4 നാവിക ദിനത്തിൽ നാം അനുസ്മരിക്കുന്നത്. കമാൻഡർ BB യാദവിന്റെ നേതൃത്വത്തിൽ INS നീപത്, നിർഖത്ത്, വീർ എന്നീ ഓസ ബോട്ടുകളാണ് ട്രൈഡന്റിൽ പങ്കെടുത്തത്. അന്നു രാത്രി 11 മണിയോടെ INS നിർഖത്ത് പാകിസ്ഥാൻ നേവിയുടെ ഡിസ്ട്രോയിഡ് കപ്പലായ PNS ഹൈബറിന് ലക്ഷ്യം വെച്ചു. പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിനായുള്ള ആയുധങ്ങളും പടക്കോപ്പുകളും വഹിക്കുന്ന വീനസ് ചലഞ്ചർ എന്ന സൈനിക ചരക്ക് കപ്പലിന്റെ സ്ഥാനവും ഇന്ത്യൻ സേന തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്ന് കറാച്ചിക്ക് 210 മൈൽ അകലെ സ്ഥാനമുറപ്പിച്ച ഓസ ബോട്ടുകളുടെ സ്ട്രൈക്ക് ഗ്രൂപ്പ് പാക് സേനയ്ക്ക് നേരെ മിസൈലുകൾ തുരുതുര വിടാൻ തുടങ്ങി. ഇതോടെ പാകിസ്ഥാൻ യുദ്ധക്കപ്പലായ PNS ഹൈബർ മുങ്ങുകയും 220 ഉദ്യോഗസ്ഥരും നാവികരും കൊല്ലപ്പെടുകയും ചെയ്തു. മാത്രമല്ല, വീനസ് ചലഞ്ചറിനെയും ഇന്ത്യൻ സൈന്യം തകർത്തു. കപ്പലുകളെല്ലാം തകർന്നെന്ന് ഉറപ്പായതോടെ ഇന്ത്യൻ സൈന്യം കറാച്ചി തീരത്ത് പാകിസ്ഥാൻ സ്ഥാപിച്ചിരുന്ന ഇന്ധന സംഭരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചു. സോവിയറ്റ് യൂണിയന്റെ ബോട്ടുകൾ ഈ ഇന്ധന സംഭരണികളിലേക്കും മിസൈലുകൾ അയച്ചു. പിന്നീട് 2 രാത്രികൾക്ക് ശേഷമാണ് അടുത്ത ആക്രമണം ആസൂത്രണം ചെയ്തത്. അതിനിടെ പാകിസ്ഥാന്റെ പടക്കോപ്പുകൾ കൊണ്ടുപോയിരുന്ന SS മധുമതി എന്ന ചരക്ക് കപ്പലിനെ തടയുകയും അതോടൊപ്പം കാലാവസ്ഥ മോശമാവുകയും ചെയ്തതോടെ ഓപ്പറേഷൻ പൈത്തൺ നടത്താൻ വൈകി. ഇന്ത്യൻ നേവി പിടികൂടിയ SS മധുമതി എന്ന കപ്പലിനെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഡിസംബർ 8, 9 തീയതികളിൽ ഓപ്പറേഷൻ പൈത്തണിന്റെ ഭാഗമായി ആക്രമണം നടത്താൻ INS ത്രിശൂൽ, തൽവാർ, INS വിനീഷ് എന്നിവയുടെ അകമ്പടിയോടെ INS വിനാശിനെ ചുമതലപ്പെടുത്തി. ഗുരുതരമായ എഞ്ചിൻ തകരാറുകൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ചാണ് അതിവേഗത്തിൽ കറാച്ചി തീരത്തെ സമീപിച്ചത്. അതിനുശേഷം എണ്ണക്കൂമ്പാരങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും മിസൈലുകൾ പ്രയോഗിക്കുകയും വൻ തീപിടുത്തമുണ്ടാക്കുകയും ചെയ്തു. ഇന്നും ഇന്ത്യൻ സമുദ്രതീരങ്ങളുടെയും അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന നിരവധി ഇന്ത്യൻ ദ്വീപുകളുടെയും പ്രതിരോധത്തിന്റെയും സംരക്ഷണത്തിന്റെയും ചുമതല ഇന്ത്യൻ നാവികസേനയ്ക്കാണ്. സമുദ്ര അതിർത്തിയിൽ കൂടി സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾക്ക് വേണ്ട സഹായമെത്തിക്കൽ, കപ്പലുകളുടെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തൽ തുടങ്ങിയ ചുമതലകൾ ഇന്ത്യൻ നാവികസേന ഭംഗിയായി നിർവഹിക്കുന്നു. പണിമുടക്ക് മൂലമോ മറ്റേതെങ്കിലും കാരണത്താലോ തുറമുഖ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലെത്തിയാൽ അത് ഏറ്റെടുക്കുക, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഭൂമികുലുക്കം, വരൾച്ച, വെള്ളപ്പൊക്കം മുതലായ കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിന് അകപ്പെട്ടവർക്ക് ആശ്വാസമെത്തിക്കുക എന്നിവയും ഇന്ത്യൻ നാവികസേനയുടെ കർത്തവ്യങ്ങളിൽപ്പെടുന്നു. ഇന്ത്യൻ നാവികസേന തലവനായി മലയാളി എത്തിയതോടെ കേരളത്തിന് ഇത് അഭിമാന നിമിഷവുമാണ്. നാവികസേനയെ നയിക്കാൻ മേധാവിയായി ആദ്യമായി ഒരു മലയാളി എത്തിയിരിക്കുകയാണ്. വൈസ് അഡ്മിറൽ R. ഹരികുമാർ നാവികസേനയുടെ മേധാവിയായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞതോടെ രാജ്യത്തിന്റെ നാവിക ശക്തിയുടെ വൻ മുന്നേറ്റത്തിനായി കാത്തിരിക്കുകയാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ. ഒപ്പം ആത്മനിർഭരതയിലൂടെ ഇന്ത്യൻ നാവികസേന കരുത്ത് കാട്ടിയതും രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി ഇരട്ടിയാക്കി. ഇന്ത്യൻ നാവികസേനയ്ക്ക് ശക്തി പകർന്ന് മറ്റൊരു അന്തർവാഹിനി കൂടി കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. INS വേല അന്തർവാഹിനിയുടെ കമ്മീഷനിംഗ് ചടങ്ങ് രാജ്യത്തിന്റെ അഭിമാന നിമിഷമായി. സ്കോർപിയൻ ക്ലാസിൽപ്പെട്ട 4ാമത്തെ അന്തർവാഹിനിയാണ് നാവികസേനയുടെ ഭാഗമായിരിക്കുന്നത്. നവംബർ 21 INS വിശാഖപട്ടണവും കമ്മീഷൻ ചെയ്തു. INS വിശാഖപട്ടണത്തിനും അന്തർവാഹിനി INS വേലയ്ക്കും യുദ്ധരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നാവികസേന അറിയിച്ചു. മാത്രമല്ല, കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് അടുത്ത വർഷം ഓഗസ്റ്റ് 22 കമ്മീഷൻ ചെയ്യുന്നതോടെ
നാവികശക്തിയിൽ ഇന്ത്യയുടെ പുതിയ കരുത്തു കാണാം. നിർമ്മാണം പൂർത്തിയാക്കി നീറ്റിലിറക്കിയ കപ്പലിന്റെ 2ാം ഘട്ട കടൽ സഞ്ചാര പരീക്ഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഓഗസ്റ്റ് 22-ന് കപ്പൽ സേനയുടെ ഭാഗമാകും. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ആത്മനിർഭർ ഭാരത് യജ്ഞത്തിന്റെ തിളക്കമാർന്ന നേട്ടമാണ് വിക്രാന്ത്. കോവിഡിന്റെ ആഗോളതലത്തിലെ ആഘാതത്തിൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരകയറുക മാത്രമല്ല, കുതിപ്പിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക കൂടി ചെയ്യുന്നുവെന്ന വാർത്തകൾ നിറഞ്ഞ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞുപോയത്. നവംബറിലെ വർദ്ധിച്ച GST കളക്ഷനും ഉയർന്ന പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സും കുതിപ്പിനായുള്ള ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു. നവംബറിലെ GST കളക്ഷനായ 1.31 ലക്ഷം കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തിലെ 3ാം പാദത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചടുലമായ വളർച്ചയുടെ ഒരു സൂചനയാണ്. ഏപ്രിൽ മാസത്തിലായിരുന്നു ഇതിലും വലിയ GST കളക്ഷൻ കൈവരിച്ചത്. സർവകാല റെക്കോർഡായ 1.4 ലക്ഷം കോടിയായിരുന്നു അന്ന് പ്രാപ്തമായത്. എന്നാൽ തുടർച്ചയായ 2ാം മാസവും GST കളക്ഷൻ 1.30 ലക്ഷം കോടി രൂപ എന്ന നാഴികക്കല്ല് മറികടക്കുക എന്ന നേട്ടമായിരുന്നു നവംബറിൽ കൈവരിച്ചത്. അതേസമയം തുടർച്ചയായ 5ാം മാസവും ഇന്ത്യയുടെ ഉൽപാദന സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു. IHS മാർക്കറ്റ് ഇന്ത്യ മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഒക്ടോബറിലെ 55.9% നിന്നും നവംബറിൽ 57.6 ഉയർന്നു. ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വേഗതയിലാണ് ഫാക്ടറി ഓർഡറുകൾ ഉയർന്നത്. ഡിമാൻഡ് വർദ്ധിച്ചതാണ് ഇതിനു കാരണം. ഇതോടെ ഉൽപാദനം 9 മാസത്തിനിടയിലെ ഏറ്റവും ശക്തമായ നിരക്കിലാണ്. PMI സൂചിക 50-ന് മുകളിലേക്ക് വർദ്ധിക്കുക എന്നതാണ് സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുന്നതിന്റെ ലക്ഷണമായി കരുതാവുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 5 മാസങ്ങളിൽ ആ സൂചിക 50-ന് മുകളിൽ നിന്നത് ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ സ്ഥിരതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ചൊവ്വാഴ്ച പുറത്തുവിട്ട GDP കണക്കുകളും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. 2ാം പാദ GDP വളർച്ചാ നിരക്ക് 8.4% എന്ന ശക്തമായ നിലയിലാണ്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ വലിയ രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും ശക്തമായ നിരക്കാണ് ഇന്ത്യയുടേത്. വിവിധ നിർമ്മാണ മേഖലകളിൽ ചാമ്പ്യൻ കമ്പനികളെ ആഗോള നിലയിൽ തന്നെ വളർത്താനുതകുന്ന നിർമ്മാണ ബന്ധിത ഇൻസെന്റീവ് സ്കീമുകൾക്കായി 1.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളും വേഗതയാർജിക്കുന്നതോടെ രാജ്യത്തിന്റെ സുവർണമായ ഭാവിക്കുള്ള പുത്തൻ ഊർജമായിരിക്കും നാം സ്വന്തമാക്കുക. അമൃതഭാരതം ഇനി അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.